നാട്ടികയിലെ UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ KPCC സെക്രട്ടറി ജോസ് വള്ളൂരിനെ ബോധപൂർവ്വം അപമാനിക്കുന്നു ആരോപിച്ച് KPCC അധ്യക്ഷന്റെ പരാതി. നാട്ടിക നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടികയാണ് പരാതി നൽകിയത്. സുനിൽ ലാലൂരിനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. സുനിൽ ലാലൂരിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ജോസ് വള്ളൂർ അനുകൂലികൾ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. സുനിൽ പരാജയം ഉറപ്പിച്ചെന്നും അതിനുവേണ്ടി മുൻകൂർ ജാമ്യം എടുക്കുകയാണെന്നും ജോസ് അനുകൂലികൾ പറയുന്നു. നടരാജ് പരശുറാം വിവരങ്ങളുമായി ചേരുന്നു. നടരാജ്, എന്താണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രചാരണം? ഈ CPI വിട്ട CC മുകുന്ദനെ UDF എത്തിക്കാൻ ശ്രമം നടത്തിയ നേതാക്കളിൽ പ്രധാനി ജോസ് വള്ളൂരാണ്. മുൻ DCC പ്രസിഡന്റും KPCC സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സുനിൽ ലാലൂര് പ്രതികരിച്ചിരുന്നു. ഈ BJP മനസ്സുള്ള CC മുകുന്ദനെ ഡൽഹിയിൽ എത്തിക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാകും ജനവിധി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെതിരെയാണ് ജോസ് അനുകൂലികൾ സൈബർ ഇടങ്ങളിൽ പ്രതികരിക്കുന്നത്. അതായത് തോൽവി ഉറപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് ജാള്യത മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ജോസ് അനുകൂലികൾ ഫേസ്ബുക്കുകളിൽ മറ്റും കുറിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രതികരണങ്ങൾ തുടരുകയാണ്. ജോസ് വള്ളൂർ CC മുകുന്ദനെ പാർട്ടിയിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് മുതിർന്ന നേതാക്കളുടെയും KPCCയുടെയും അനുവാദത്തോടു കൂടിയാണെന്നും അതിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം ആവശ്യമില്ലെന്നുള്ള രൂക്ഷ വിമർശനമാണ് സുനിൽ ലാലൂരിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജില്ലയിൽ ഇലക്ഷന് ശേഷം നാട്ടിക മണ്ഡലത്തെ ചൊല്ലി ഇത്തരത്തിലൊരു പൊട്ടലും ചീറ്റലും കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയിരുന്നു. ഇപ്പോൾ സുനിൽ ലാലൂരിനെതിരെ KPCC പ്രസിഡന്റിന് പരാതി പോയിട്ടുണ്ട്. ഷൈൻ നാട്ടിക ആണ് പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിൽ പറയുന്നത് അച്ചടക്ക നടപടി വേണമെന്നാണ്. DCCയുടെയും KPCCയുടെയും അനുവാദത്തോടുകൂടി ഇത്തരം ശ്രമം നടത്തിയ മുൻ DCC പ്രസിഡന്റിനെതിരെ ഇത്തരത്തിൽ മോശമായി പ്രതികരിച്ച സാഹചര്യത്തിൽ അച്ചടക്ക നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KPCCക്ക് പരാതി പോയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ DCCയും അതുപോലെ തന്നെ KPCCയും എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശരി നടരാജ്.